പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രഭാതയാമത്തിലായിരിക്കുമ്പോൾ പ്രിയ മക്കളെ, ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്ക് നന്ദിയുള്ളവരായി കർത്താവിന് നന്ദി കരയറ്റി നമുക്കായിത്തീരാം. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായം 13-ാം വാക്യം. ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ. പ്രിയ മക്കളെ, നോക്കൂ, വിശ്വാസ ജീവിതത്തിലെ ഒരു കടമയെന്ന് പറയുക, അതായത് വിശ്വാസത്തിൽ നിലനിൽക്കണം. അതായത് നമ്മൾക്ക് വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ വളരെ വില കൊടുക്കണം. ഹല്ലേലൂയ. എല്ലാ രീതിയിലും വിശ്വാസമുണ്ടെന്ന് പറയുകയും ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ വില നമ്മൾ എത്രമാത്രമാണ് കൊടുക്കുന്നതെന്ന് നോക്കണം. ഹല്ലേലൂയ. വിശ്വാസത്തിന് വില കൊടുത്തെങ്കിൽ മാത്രമേ ഈ നാളുകളിൽ ദൈവസന്നിധി നമുക്ക് വിശ്വാസത്തോടെ നിലനിൽക്കുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. അതായത് 12-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. അതായത് യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. സങ്കീർത്തനക്കാരൻ കരയുകയാണ്, ദാവീദ് പറയുകയാണ്, ഹല്ലേലൂയ, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. വിശ്വാസികൾ എന്ന് പേരുള്ളവർ ഹല്ലേലൂയ വിശ്വാസികളാണോ എന്ന് ചില സന്ദർഭങ്ങളിൽ ഹല്ലേലൂയ ചിന്തിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതായത് നമ്മൾ വിശ്വാസത്തിൽ നിലനിൽക്കണം. അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ചു ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. ഹല്ലേലൂയ. പലപ്പോഴും തകർന്നു പോകേണ്ട അവസ്ഥ, അതായത് ഞാൻ ഈ വിശ്വാസത്തിൽ എങ്ങനെ നിലനിൽക്കും, ഇത് നിലനിന്നാൽ എൻ്റെ കാര്യം നടക്കുമോ? ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ഭാരപ്പെട്ട് ഹല്ലേലൂയ പല ചിന്തകളാൽ കഴിയുന്നവരുടെ മധ്യത്തില് അവരുടെ ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു എന്ന് പറയുന്നുണ്ട്. ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലനായാലും പൗലോസ് അപ്പോസ്തലനായാലും ഹല്ലേലൂയ യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരെ പോലും വിശ്വാസത്തിൽ ഉറപ്പിക്കേണ്ടതായിട്ട് പല സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവരുടെ വിശ്വാസം ഒന്നുമില്ലാതെ ആയിത്തീരുന്നു. അതായത് കൂടെ നടന്ന യേശുവിന്റെ ഹല്ലേലൂയ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം അനുഭവിച്ചറിഞ്ഞ ജീവിതങ്ങൾ പലപ്പോഴും വിശ്വാസത്തിൽ ഹല്ലേലൂയ തളർന്നു പോകുവാൻ ഇടയാകുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരായിരിക്കണം. അടുത്തതായിട്ട് നോക്ക്, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. അതാ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം ലേഖനം 1-ാം അധ്യായം 24-ാം വാക്യത്തില് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ ഞങ്ങൾ കർത്തൃത്വമുള്ളവർ എന്നല്ല, നിങ്ങളുടെ സന്തോഷത്തിന് ഞങ്ങൾ സഹായികൾ അത്രേ. വിശ്വാസ സംബന്ധമായി നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുവല്ലോ. ഹല്ലേലൂയ. നോക്കൂ, ഒരു ഉറപ്പുള്ളവരായിരിക്കണം. പല കാരണങ്ങൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ഇവിടെ പറയുന്ന നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ ഞങ്ങൾ കർത്തൃത്വമുള്ളവർ എന്നല്ല, നിങ്ങളുടെ സന്തോഷത്തിന് ഞങ്ങൾ സഹായികൾ അത്രേ. ഹല്ലേലൂയ. ഒരു ദൈവവിശ്വാസി കർത്താവിൽ സന്തോഷിക്കുമ്പോഴാണ് ഹല്ലേലൂയ ആ ദൈവിക സന്തോഷം പൂർണ്ണമാകുന്നത്. ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് അതാ, നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം, ദൈവസന്നിധിയിൽ ഹല്ലേലൂയ സന്തോഷമുള്ളവരായി നിലനിൽക്കണം എന്നുള്ളതാണ്. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, വിശ്വാസത്തിൽ നമ്മൾ സ്ഥിരതയുള്ളവരായിരിക്കണം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയാ, ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മുടെ അപ്പച്ചൻ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും നാം വിചാരിക്കും, അയ്യോ ഞാൻ ഒറ്റപ്പെട്ടല്ലോ, എന്നെ കൊണ്ട് ഇത് സാധിക്കുമോ? ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, അപ്പനാണോ നമ്മളെ വിളിച്ചു വേർതിരിച്ചത്? അപ്പന്റെ വിളി കേട്ടാണോ നിങ്ങൾ ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നെങ്കിൽ ഒരിക്കലും നമ്മളെ കൈവിടുന്ന അപ്പനല്ല. ഹല്ലേലൂയ. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി. ഹല്ലേലൂയ. പ്രീതി മക്കളെ, എപ്പോഴും അപ്പച്ചൻ നമ്മളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും ഞാൻ ദൂരമാ, എന്നോട് അടുത്തേക്ക് ആരുമില്ല എന്ന്. അല്ല, നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്ന അപ്പന്റെ കരം നമുക്ക് വേണ്ടി കൂടെയുണ്ട്. പ്രീതി മക്കളെ, നമ്മളെ വഴി നടത്തിയ അപ്പന്റെ സാന്നിധ്യം നമുക്ക് എപ്പോഴും അനുഭവിപ്പാൻ ഇടയാ
ഇടയായിത്തീരും. ഹല്ലേലൂയ. അടുത്തതെന്താ? നാം വിശ്വാസത്തിൽ ഇരിക്കണം. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 13:5 പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ, നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെന്ന് നിങ്ങളെ തന്നെ അറിയുന്നല്ലോ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നോക്കൂ, നമ്മൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവെന്ന് നമ്മളെ തന്നെ ഒന്ന് പരീക്ഷിക്കണം. അതായത് ചില പ്രയാസഘട്ടങ്ങൾ കടന്നു വരുമ്പോൾ, ചില ശോധനകൾ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, നാം നമ്മെ തന്നെ അങ്ങ് പരീക്ഷിക്കുന്നതായിട്ട് തോന്നാറില്ലേ? അപ്പ ഇത് എന്തുവാ? നോക്ക്, അബ്രഹാമിനെ പരീക്ഷിച്ച അപ്പച്ചനാ, എല്ലാം അറിയാവുന്ന, ഹല്ലേലൂയ, ദൈവത്തിന്റെ വിളി കേട്ട് ഇറങ്ങിയ അബ്രഹാമിനെ പോലും, ഹല്ലേലൂയ, ദൈവം പരീക്ഷിച്ചുവെങ്കിൽ പ്രിയ മക്കളെ നമ്മയും പരീക്ഷിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താ, നമ്മൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കണം. ഹല്ലേലൂയ. പല ശോധനകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അപ്പനെ വിട്ടുപോകുകയല്ല ചെയ്യേണ്ടത്. ശോധനകൾ കടന്നു വരുമ്പോൾ അറിയണം, ഹല്ലേലൂയ, ചിലത്, ഹല്ലേലൂയ, നമ്മെ നല്ല ഉരുപ്പടിയായിട്ട് കൊണ്ടുവരുവാനാ. ഹല്ലേലൂയ. എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ പ്രിയ മക്കളെ ശോധനകൾ, പരീക്ഷകൾ കൊടുക്കുന്നത്. ഹല്ലേലൂയ. എല്ലാത്തിനും തരണം ചെയ്യുവാനുള്ള ദൈവകൃപയും കർത്താവപ്പച്ചൻ നമുക്ക് നൽകും. ഹല്ലേലൂയ. അടുത്തതായിട്ട് നമ്മളെ വിശ്വാസത്തിൽ പൂർണ്ണ നിശ്ചയം വരുത്തണം. ഹല്ലേലൂയ. എബ്രായർക്കെതിരെ ലേഖനം 10:22 പറയുന്നുണ്ട്, നാം ദുർമനസാക്ഷി നീങ്ങുമാറെ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഹല്ലേലൂയ, ദുഷ്ടചിന്തകളെല്ലാം വിട്ട്, ഹല്ലേലൂയ, പകരം വെക്കുന്നതെല്ലാം വിട്ട്, അതായത് വീട്ടുന്നതെല്ലാം വിട്ട് ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളവരായി, ഹല്ലേലൂയ, വിശുദ്ധി പ്രാപിച്ച് വേർപെട്ട, ഹല്ലേലൂയ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് അടുത്ത് ചെല്ലാം. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് ഒന്ന് കടന്നു വാ, ഞാൻ നിങ്ങളെ സ്വീകരിക്കും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പൂർണ്ണ നിശ്ചയത്തോടെ അപ്പൻ്റെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് ചെല്ലാം. ഹല്ലേലൂയ. അടുത്തതായിട്ട് എന്താ, നമ്മൾ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം. അതുകൊണ്ട് തീമോഥെയോസിന്റെ ലേഖനം 2 ലേഖനം 4:7 പൗലോസപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, ഞാൻ നല്ല പോർ പൊരുത്തു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇത് പറയുവാൻ കഴിയും പ്രിയ മക്കളെ? അവർക്കാണ് നീതിയുടെ കിരീടം വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാം. അതിനകത്ത്, ഹല്ലേലൂയ, കള്ളത്തരവും പൊള്ളത്തരവും ഒന്നും വയ്ക്കാതെ വിശ്വാസത്തിൽ ഉറപ്പോടെ നമുക്ക് നിൽക്കാം. ഹല്ലേലൂയ. നാം വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. റോമർക്കെതിരെ ലേഖനം 4:19 പറയുന്നുണ്ട്, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഹല്ലേലൂയ. പ്രിയ മക്കൾ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ വിശ്വാസത്തിൽ, ഹല്ലേലൂയ, ഉറപ്പോടെ നിൽക്കാത്തവരാണോ, ക്ഷീണിതരാണോ എങ്കിൽ, ഹല്ലേലൂയ, അബ്രഹാമിനെ ഓർക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം, ഹല്ലേലൂയ, അനുഭവിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ, അപ്പന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കലും ക്ഷീണിതരായി തീരുവാൻ അപ്പൻ അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ഉറയ്ക്കുന്നവരായിരിക്കണം. അതുകൊണ്ട് തന്നെ റോമർക്കെതിരെ ലേഖനം 4:20-21 പറയുന്നുണ്ടല്ലോ, ദൈവത്തിന്റെ വാഗ്ദത്തത്തെങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, അബ്രഹാമും സാറായും എങ്ങനാ പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിച്ചു. ഹല്ലേലൂയ. അവർക്ക്, ഹല്ലേലൂയ, അവർ വിശ്വസിച്ചു, എൻ്റെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല, സകലതും സാധ്യമാക്കുന്ന അപ്പന്റെ ഹരം, ഹല്ലേലൂയ, ഞങ്ങളുടെ മേൽ, ഹല്ലേലൂയ, പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. ദൈവപിതാവായ ദിവസങ്ങളിൽ നമുക്ക് ഉറപ്പോടെ നിൽക്കാം. എൻ്റെ ദൈവത്താൽ കഴിയാത്ത ഒന്നുമില്ല. ഹല്ലേലൂയ. ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തില് വലിയ വിശ്വാസം വർദ്ധിക്കത്തക്കവണ്ണമായി തീരുവാൻ ദൈവം ഇടയാക്കി തരും. പ്രീതി മക്കളെ, നിങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവസന്നിധി ഒന്ന് ഉറപ്പോടെ നിൽക്കാമോ? ഒന്ന് ശക്തി പ്രാപിപ്പാമോ? ഹല്ലേലൂയ. കരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവിനാൽ കഴിയാത്ത ഒന്നുമില്ല. വിശ്വാസ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ എല്ലാവരെയും ഉറപ്പോടെ നിർത്തട്ടെ. ദൈവത്തിനായി നമുക്ക് ഉറച്ചു നിൽക്കാം. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.